എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. +1 ഏകജാലക പ്രവേശന സംവിധാനം വഴി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും മറന്നുപോയാൽ എങ്ങനെയാണ് നമുക്ക് അത് റിക്കവർ ചെയ്തെടുക്കുക? അതിൻ്റെ ഓപ്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. വിശദമായ വാർത്തയിൽ തന്നെ പോകാം. ആദ്യം അഡീഷണൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലുകളുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് തന്നെ വളരെ പഠനമറിക്കുന്ന തുടങ്ങാം. +1 ഏകജാലക പ്രവേശന സംവിധാനം വഴി അപേക്ഷ വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും മറന്നുപോയ വിദ്യാർത്ഥികളുടെ യൂസർ നെയിമും പാസ്വേഡും മറന്നുപോയ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് റിക്കവർ ചെയ്യുക എന്നുള്ള വിവരമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിനായി നിങ്ങൾ hscap.kerala.go.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറാണ് മറന്നുപോയെങ്കിൽ ഗെറ്റ് ആപ്ലിക്കേഷൻ നമ്പർ എന്നൊരു ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. ഗെറ്റ് ആപ്ലിക്കേഷൻ നമ്പർ ബാർ ഗെറ്റ് യൂസർ നെയിം ആൻഡ് ആപ്ലിക്കേഷൻ നമ്പർ, ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും തുറന്നു വരാൻ സാധിക്കുക. ഇവിടെ നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് ആ ജില്ല നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഈ കാണുന്ന നിങ്ങളുടെ SLCയുടെ സ്കീം, രജിസ്റ്റർ നമ്പർ, പാസ്സായ മാസം, ഇയർ ഓഫ് പാസ്, ഏത് വർഷമാണ്, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ കൺഫേം ചെയ്യുക. മോഡ് ഓഫ് ആപ്ലിക്കേഷൻ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഏത് തരത്തിലുള്ളതായിരുന്നു, സെൽഫായിരുന്നു, ഹെൽപ്പ് ഡെസ്കിൽ നിന്നായിരുന്നു, അത് അക്ഷയ അതേഴ്സ് ആയിരുന്നു, എന്നിട്ട് ആ ക്യാപ്ചയും കൂടെ നൽകി നിങ്ങൾ സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ വീണ്ടെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇതിപ്പോൾ ഇങ്ങനെ വന്ന് ഞാൻ ഒരു ഡീറ്റെയിൽസ് കൊടുക്കാത്തതുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ തിരിച്ചെടുക്കാൻ സാധിക്കും. ഇനി എങ്ങനെയാണ് പാസ്വേഡ് റിക്കവർ ചെയ്യാൻ നോക്കാം. പാസ്വേഡ് റിക്കവർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഈ ഡയറക്റ്റ് ഈ പേജിലേക്ക് തന്നെ വരിക. അതിനായി നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നൊരു ലിങ്കാണ് നിങ്ങൾക്ക് ലഭ്യമാണ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഈ പേജിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇവിടെ ഫോർഗോട്ട് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ്. ഫോർഗോട്ട് പാസ്വേഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാണുന്ന ആപ്ലിക്കേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, നിങ്ങൾ ഏത് ജില്ലയിലേക്കാണ് അപ്ലൈ ചെയ്തത് ആ ക്യാപ്ചയും കൂടെ നൽകി സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് ചെയ്യാൻ പറ്റും, പാസ്വേഡ് നിങ്ങൾക്ക് റീസെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇപ്പോൾ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും മറന്നു എന്നൊത്ത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ 2 രീതികളിലൂടെ ആപ്ലിക്കേഷൻ നമ്പർ എടുക്കേണ്ട രീതിയും കാണിച്ചു, പാസ്വേഡ് റിക്കവർ ചെയ്യേണ്ട രീതിയും കാണിച്ചു. അങ്ങനെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും റിക്കവർ ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയ കാണുന്ന ഫോർ വാച്ചിങ് ബൈ.